തികച്ചും റോഡിലൂടെ മാത്രം ആണ് പുന്നക്കോട്ടിൽ പിതാവ് നടന്നുപോയത്. അതിനെതിരെയാണ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പുന്നക്കോട്ടിൽ പിതാവിനെതിരെയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന 23 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. വനം വകുപ്പ് അനധികൃതമായിട്ടെടുത്തിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണമെന്നും പിതാവിനെതിരെ എടുത്തുള്ള കേസ് പിൻവലിക്കണമെന്നും പിതാവിനെതിരെ കള്ളക്കേസ് എടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജോസഫ് സാർ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഞാർക്കുന്നലച്ചൻ മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളുടെ പ്രിയങ്കരനായ കോതമംഗലം രൂപതയുടെ മുൻ ബിഷപ്പ്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുൻ ബിഷപ്പ് ലെഗേറ്റ് കൂടിയാണ് അഭിവന്ദ്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളുടെ കണ്ടു കഴിഞ്ഞാണ്. അതീവ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് വനം വകുപ്പ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഓരോ ദിവസവും പല മാർഗങ്ങളിലൂടെയാണ്. വനനിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ആ വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. വന്യമൃഗങ്ങളെ യഥേഷ്ടം നമ്മളുടെ നാട്ടിലേക്ക് കടത്തി വിട്ടുകൊണ്ട് കടന്നുവരുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ട് സാധാരണക്കാരായ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നാളുകളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ് ഈ വിഷയങ്ങളെ കാണുകയും പൊതുജനങ്ങളുടെയും സാധാരണക്കാരായ ആളുകളുടെയും പക്ഷം ചേർന്നുകൊണ്ട് ഈ മൂന്നാർ ആലുവ ദേശീയ രാജപാതയിലൂടെ കാൽനടയായിട്ട് സഞ്ചരിച്ച് തങ്ങളുടെ പ്രതിഷേധം സർക്കാരിൻ്റെ ഭാഗത്ത് അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചത്. തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള മാർഗത്തിലൂടെ നടത്തിയ ഒരു പ്രതിഷേധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വഴിയിലൂടെ നടന്നു പോകുന്നു. നമുക്ക് വനനിയമങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ച രാജപാതയിലൂടെയാണ് പോയത്. മനുഷ്യന് വലിയ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. അവിടെയാണ് അധികാരമില്ലാതെ ഇരുന്നിട്ടും വനം വകുപ്പ് അതിൽ കയ്യേറി ആ സ്ഥലം, ആ റോഡ് ഉൾപ്പെടെ പിടിച്ചെടുത്ത് ആ റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന അഭിമന്യ പിതാവിനെ എതിരെ കേസെടുക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നത്. ഇത് കിരാതമായിട്ടുള്ള ഒരു നടപടിയാണെന്നുള്ള സംശയമില്ല. ഫോറസ്റ്റ് രാജ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സർക്കാരും വനം വകുപ്പും ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മളുടെ ആളുകൾ ഇരുകൈ കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. സർക്കാരിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഇപ്പോൾ നൽകുന്നത്. ഒരു കാരണവശാലും നമ്മളുടെ പിതാവിനെതിരെയോ മറ്റ് ജനപ്രതിനിധികൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് നിങ്ങളുടെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം വഹിക്കും. ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പക്ഷം ചേരുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്യാനായിട്ടും ഉപദ്രവിക്കുവാനായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ ഭരണാധികാരികളോ അവരുടെ ഒത്താശയോടുകൂടി ഉദ്യോഗസ്ഥന്മാരോ നടത്തുന്ന നീക്കങ്ങളെ ശക്തമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി അപലപിക്കുകയാണ്. അഭിമന്യ പിതാവിനെതിരെ എടുത്തിട്ടുള്ള കേസെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകണമെന്ന് ശക്തമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെടുകയാണ്. അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ വമ്പിച്ച ബഹുജന പ്രക്ഷോഭത്തെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊള്ളുക. കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലുടനീളം, കേരളത്തിന് വെളിയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള സമുദായ സംഘടന എന്നുള്ള നിലയിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് വരും നാളുകളിൽ നേതൃത്വം വഹിക്കും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന വനം വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നടപടികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ കേസെടുക്കുന്ന നടപടിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകണമെന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി ഈ നാമത്തിൽ ഈ സ്ഥലത്ത് ഇവിടെ വെച്ച് ഈ പ്രതിഷേധ സമ്മേളനത്തിൽ വെച്ച് ആവശ്യപ്പെടുകയും കത്തോലിക്ക കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളുടെയും പിന്തുണ അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.